ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 10 ഡേ 9. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എപ്പിസോഡിൽ തുടങ്ങുന്നത് തന്നെ അനുമോൾ ആക്ച്വലി അനുമോൾ ആൻഡ് ശൈത്യ ദ പ്രോ കുലാസ് ഓഫ് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയേണ്ടി വരും. ശൈത്യ ഓൾറെഡി ഒരു കുലയാണ് തോന്നുന്നു. അത് എക്സ്പ്ലോർഡ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അനുമോളൊപ്പം കയറിയതോട് കൂടിയിട്ട് അതെന്തായി പുറത്തേക്ക് വരാൻ തുടങ്ങി. ആരാണ് എക്സ്ട്രീം പ്രോക്കുല എന്നുള്ളത് നമുക്ക് മുന്നേ പോകെ നമുക്ക് മനസ്സിലാവും. ശൈത്യ ഇതുവരെ നിന്നാ മതി, ഇല്ലെങ്കിൽ അനുമോൾ ഒറ്റയ്ക്ക് കൊലച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആദ്യം തന്നെ നിവിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ഇന്നലത്തെ രാത്രിയത്തെ ലൈവില് ഞാനത് കണ്ടു. നെവിൻ വന്നിട്ട് അവരെ കട്ടുമ്പോ കിടക്കുന്നതും അനുമോള് അടിപ്പയക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സാധനം വളരെ എന്താ പറയാ, ഒരു മിസ്ലീഡിങ് ആവുന്ന, എങ്ങനെയാണോ അക്ബറിന്റെ നോട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് ആ സിമിലർ കൈൻഡ് ഓഫ് കമന്റിങ് ആണ് ഈ പറഞ്ഞ അനുമോള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രദ്ധിച്ചോ, ഇത് നോമിനേഷന്റെ ടൈമിലും നെവിനെ എടുത്ത സമയത്ത് ഇതേപോലത്തെ ഒരു സാധനം അടിച്ചിട്ടാണ്, ഡബിൾ മീനിങ് അങ്ങനത്തെ ഒരു സാധനം അടിച്ചിട്ടാണ് അനുമോള് പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ അനുമോള് ഈ സീസണിലെ ഒരു ഒറിജിനൽ ജെനുവിൻ ആണോ അതോ അത് ഗെയിമാണോ എനിക്ക് തോന്നുന്നു. എന്താ അറിയോ, ഇത് രണ്ട് ആസ്പെക്ട് ആണ്. അനുമോൾ ബേസിക്കലി സീരിയൽ ക്രൗഡിനെ പുള്ള് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, സീരിയൽ ക്രൗഡിന്റെ ഇടയിൽ കൂടുതൽ ഗ്രിപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സോ അവർക്ക് എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല രീതിയിലുള്ള PR ട്രെയിനിങ് കിട്ടി കാണും. ഈ സീരിയൽ ഓഡിയൻസ് ആണ്, വീട്ടിലിരിക്കുന്ന അമ്മമാർ, പെങ്ങന്മാർ, അച്ഛന്മാർ, ഏട്ടന്മാരാണ് ഈ പറഞ്ഞ ഷോ കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് ചിലപ്പോൾ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിക്കാണും, അല്ലെങ്കിൽ പുറത്തു തന്നെ ആരെങ്കിലും സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സോ അതിനനുസരിച്ച് അതിനകത്ത് ഇരുന്നിട്ട് പ്രോ കുല ഐറ്റംസ് അടിച്ചു കഴിഞ്ഞാൽ കുറെ വോട്ട് കിട്ടും, അല്ലെങ്കിൽ കുറെ സപ്പോർട്ട് കിട്ടും എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം മേ ബി അനുമോള് അങ്ങനത്തെ സാധനങ്ങൾ കൂടുതലായിട്ട് എടുത്ത് വാരി വെത്തുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആവാം ചിലപ്പോ. രണ്ട് ആസ്പെക്ട്സ്, പ്രോബബിലിറ്റി, രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അനുമോളുടെ ആ ഒരു വിഷയത്തിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. പിന്നെ നേരെ കിച്ചൺ. ഈ ഒരാഴ്ച മൊത്തം ആക്ടിവിറ്റി കിച്ചനെ സറൗണ്ട് ചെയ്തിട്ട് നടക്കും. ബിക്കോസ് അനീഷ് കിച്ചനകത്തുണ്ട്, അക്ബർ കിച്ചനകത്തുണ്ട്, പിന്നെ ആര്യൻ ഉണ്ട്, ജിസേൽ ഉണ്ട്, ആൻഡ് ബിൻസി. ഓക്കെ, ബിൻസി ഉണ്ട് അല്ലെ. അപ്പൊ ഇത്ര പേര് കിച്ചണിനകത്തുണ്ട്. സോ ആ കിച്ചൺ ടീം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അത് ശരിക്കും ഷാനവാസ് കളിച്ച കളിയാ. കാരണം കിച്ചൺ ടീമിന്റെ ഉള്ളിലിട്ടിട്ട് ഇവരെ പൂട്ടാം എന്ന് ഷാനവാസ് വിചാരിച്ചു. കാരണം ഇത്രയും പേര് കോണ്ടന്റ് ഇരുന്ന ആളുകളാണ്. അതിൽ തന്നെ അനീഷും അക്ബറും ആര്യനൊക്കെ കോണ്ടന്റ് ഇരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരവിടെ ഇട്ട് തളച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അവർക്ക് കോണ്ടന്റ് പുറത്തു വരാതെയാവും. അത് ഞാൻ ഒരു കാര്യം പറയാം, ഷാനവാസ് കുറുക്കനാണ്, ഫോക്സ് ആണ്. ഈ സീസണിലെ ഫോക്സ് എന്ന് പറയാനാണ് ഷാനവാസിന്. കുറുക്ക് ഭയങ്കര വളരെ നല്ല കുറുക്കനാ ഷാനവാസ്. നിന്നാ മതി, ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ അടിപൊളിയായിട്ട് കളിക്കും ഷാനവാസ്. ഷാനവാസ് കൃത്യമായിട്ട് ഇവരുടെ സ്ക്രീൻ സ്പേസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ പിടിച്ചിട്ട് ഇവിടട്ടെ കിച്ചണിൽ കൊണ്ടുപോയിട്ട്. പക്ഷെ ഇട്ടത് അനീഷിനെ ആയിപ്പോയി. അനീഷ് അവിടുന്നും ചൊറിയാണ്. ആഭ്യന്തര കാര്യങ്ങളിൽ ഫസ്റ്റ് അടി തുടങ്ങി, എന്നിട്ടാണ് പിന്നെ പുറത്തുനിന്ന് ബിന്നി ഒരു സാധനം കൊളുത്തി വിട്ടു. അതെ, ബിന്നി കൊളത്താൻ ബെസ്റ്റ് ആണല്ലോ. ബിന്നി മറ്റേ ബെയ്റ്റ് പോലെയാണ്. ഈ മീൻ പിടിക്കുമ്പോ ആൾക്കാര് ബെയ്റ്റ് അറിയില്ല, ഇങ്ങനെ ഇരട്ട് ഇങ്ങനെ പോണ ഒരു ഐറ്റമാണ് ബിന്നി. അങ്ങനെ തുടങ്ങി അത് കലാഭവൻ സരികയിൽ നിന്ന് തുടങ്ങി, പിന്നെ അത് ഒനീലിലേക്ക് എത്തി. ഒനീലും അക്ബറും ഷാനവാസും തമ്മിലുള്ള അടിയായി. ലാസ്റ്റ് അത് രോമം പറഞ്ഞ അടിയായി. തെറി വിളിച്ചോ. പിന്നെ ഞങ്ങളെ സീസണിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തുപ്പല് തെറിക്കും ഫുഡിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒനീലൊക്കെ അത്യാവശ്യം ഈ ആ ഒരു ഏരിയ ആയതുകൊണ്ട് മിക്കവാറും അങ്ങനെ പറഞ്ഞു വന്ന അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിയൊരു ഐറ്റം ഹൈജീന്റെ കാര്യം. ഹൈജീൻ നോക്കണല്ലോ ശരിക്കും പറഞ്ഞാൽ. അവിടെ ഇരുന്ന് വർത്താനം ചില തുപ്പല് തെറിക്കും. ഞാനൊക്കെ നല്ല ഹൈജീന്റെ ആൾക്കാരാണ്. എനിക്ക് OCD ഉണ്ട്, ആ OCD അല്ല ഈ ഒരു OCD ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോ സംഗതി അങ്ങനെ കുറച്ചിങ്ങനെ എറിയും പിടുത്തൊക്കെ ആയി. ലാസ്റ്റ് ഇത് തെറിവിളിയിലെത്തി. തെറിവിളിയിലെത്തിയപ്പോ അക്ബർ പറയുന്നുണ്ട് ഞാൻ തറ ലോക്കലാണെന്നുള്ളത്. അങ്ങനെ തെറിവിളിയായി പിടിച്ചു ആര്, ഒനീലും മറ്റേ ഷാനവാസും കൂടി തെറിവിളിന്റെ മുകളിൽ പിടിച്ചിട്ട് ബിഗ് ബോസിനോട് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. എന്ത് ഇവൻ തെറി വിളിച്ചു, രോമക്കുട്ടൻ എന്ന് പറഞ്ഞു, വിഷയമായി. അഭിലാഷ് ബേസിക്കലി ഇപ്പത്തെ അഭിലാഷിന് ഈ ആഴ്ച അഭിലാഷ് സേഫ് ആണ്. പക്ഷെ അത് അഭിലാഷ് അങ്ങനെ വിചാരിച്ചിരുന്ന അഭിലാഷ് പെടും. കാരണം അടുത്ത ആഴ്ച അഭിലാഷിനെ എപ്പോഴും എല്ലാവരും നോട്ട് ചെയ്തു, എന്ത് വോട്ട് വരാത്തതുകൊണ്ട് അടുത്ത ആഴ്ചക്ക് എല്ലാവരും അടിച്ചു കൊടുക്കാൻ ഇരിക്കുകയാണ്.
ആ കൂട്ടത്തില് ചർച്ചാ വിഷയം ആ കൂട്ടത്തിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്നും കൂടി ഒരു ഇതായി കഴിഞ്ഞാൽ അഭിലാഷിന്റെ ഇരട്ടി പണിയാവാനുള്ള ചാൻസ് ഉള്ളൂ. നല്ല രീതിയിൽ പോവാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ അഭിലാഷിനല്ലേ, അല്ലെങ്കിൽ പിന്നെ ആദ്യം എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ആദ്യം എക്സ്പ്ലോർ ചെയ്തു, പിന്നെ ഒന്ന് സബ്മേഴ്സീവ് ആയി. അത് കുറച്ചൊരു ടാസ്ക് ആണ്, കയറി വരുമായിരിക്കും. പിന്നെ ഈ തെറിവിളി എന്നൊക്കെ പറഞ്ഞ ആസ്പെക്ട് ചെയ്യാൻ ഒരു കാര്യം പറയട്ടെ, തെറിവിളി വരും, വരാതിരിക്കൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും നല്ല തെറി എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കയറുന്ന സമയത്താണ് ഗബ്രീനെയും ജിൻഡോനെയും കൂടി തെറി വിളിച്ചതിന്റെ പേരിൽ പുറത്തിറക്കുക. അതിനുശേഷം നമ്മളെ ഇടയിൽ തെറിവിളിയൊക്കെ നടന്ന സമയത്ത് ബിഗ് ബോസ് വാണിംഗ് വരും. അതായത് ഒരാളെ അക്ബറിനോട് നിന്നെ പുറത്താക്കുക പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒനീലിനെ ഈ മിഡ് വീക്ക് സസ്പെൻഷനിൽ പുറത്താക്കാം. സസ്പെൻഷൻ അപ്പൊ അവർ അറിഞ്ഞിട്ടില്ല, എവിക്ഷനിൽ പുറത്താക്കും. അപ്പൊ എന്താ ചായ കൂടി നിന്റെ മുട്ടിക്കുന്നൊക്കെ നീ ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞ കുറെ സ്കീമുകൾ നോക്കിയിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാനിയും മറ്റേ അക്ബറും കൂടി അവിടെ ഒരു ടീം കളി എന്താണെങ്കിലും അപ്പൊ അതങ്ങനെ ഒരു സൈഡിൽ കൂടി പോയി. അതിനുശേഷമാണ് മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് കാര്യങ്ങൾ എന്നുള്ളത് ബിഗ് ബോസ് എന്ത് പറയുന്നത്, ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നത്. കമന്റ് ബോക്സിലും അല്ലെങ്കിൽ ലൈവിലൊക്കെ ഞാൻ കമന്റ് കണ്ടു, അനീഷിനെ രക്ഷിക്കാനുള്ള പരിപാടിയാണ്. കാരണം മനസ്സിലായോ, കാരണം ഇവരെല്ലാവരും ടാസ്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവരൊന്നും അനീഷിനെ ഹെൽപ്പ് ചെയ്യാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ അനീഷ് വരെയൊക്കെ ടാസ്ക് കിട്ടാതെ അനീഷ് ചാടും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാന്നുള്ളത്. ഇത് 7ന്റെ പണി സീസൺ ആയതുകൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ നമ്മളെ സീക്രട്ട് റൂം എന്ന് പറഞ്ഞ പരിപാടി എക്സ്പ്ലോർ ചെയ്യണല്ലോ. അപ്പൊ ഇപ്പൊ ഇവർക്ക് 2 പേരെ ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോവാം, സീക്രട്ട് റൂം സെറ്റപ്പിലേക്ക് കൊണ്ടുപോവാം. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു പുറത്തുനിന്ന് 2 വൈൽഡ് കാർഡിനെ കയറ്റി വിടാം. അപ്പൊ ഇവർ പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ഇവർ തിരിച്ചു വരുമ്പോൾ വൈൽഡ് കാർഡ് ഓൾറെഡി വരും ചെയ്തു. അപ്പൊ ഇവർക്ക് കണ്ടസ്റ്റൻസിന് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ കുറെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഈ വീക്കിൽ ഒരു 3 പേര് പുറത്താവുന്ന, 2 മിഡ് വീക്കും ഒരു നോർമലും. അപ്പൊ എന്തായാലും ഒരാളോ 2 പുറത്താവുള്ളൂ എന്നുള്ളത് ഓക്കെ ആയിട്ടുണ്ട്. അതിൽ വേണ്ടപ്പെട്ടവരെ നമുക്ക് അകത്ത് കയറ്റാന്നോ, അങ്ങനെ എന്തോ ഇഷ്ടപ്പെട്ട ആൾക്കാർ കയറ്റാന്ന് പറഞ്ഞില്ലേ മിഡ് വീക്കില്. സംഗതി എന്താ പറയുക, ഇവര് ചൂസ് ചെയ്യണം. ബിഗ് ബോസിന്റെ നിയമങ്ങൾ വെച്ചിട്ട് എൻഡ് ഓഫ് ദ ഡേ ആളുകളുടെ വോട്ട് എന്നുള്ളതാണ് അവരുടെ ക്രൈറ്റീരിയ. അപ്പൊ മിഡ് വീക്ക് എവിക്ഷൻ വെക്കുമ്പോൾ അത് കണ്ടസ്റ്റൻസ് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ആ ഒരു സാധനത്തിൽ നിൽക്കില്ല. പിന്നെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി മാത്രം ഒരു വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആക്കുന്നു ടാസ്ക് ആണ്. അതുകൊണ്ടായിരിക്കും അത് സസ്പെൻഷൻ എന്നുള്ള രീതിക്ക് മാറ്റിയത്. അങ്ങനെ ഒരു സീക്രട്ട് റൂം സെറ്റപ്പിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ടാർഗറ്റ്. അപ്പൊ എന്താണെങ്കിലും ആളുകളെ സെലക്ട് ചെയ്യേണ്ട ബുദ്ധിപരമായി കളിച്ചു. എല്ലാരും നല്ല രീതിയിലാണ് ആളുകളെ സെലക്ട് ചെയ്തത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അവർക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തപ്പോ അനീഷ് മാത്രം അതൊന്നും വ്യത്യാസമായിട്ട് അപ്പാനിയും ഷാനവാസിനും ഒനീലും പിന്നെയും ഇതാണ്. അക്ബറിനെ പിന്നെ ഒനീല് ഫിസിക്കലി ഓക്കെ ആയതുകൊണ്ട് എടുത്തതായിരിക്കണം. പക്ഷെ അവിടെ അനീഷാണ് കളിച്ചത്. മറ്റേ കളിച്ചു എന്ന് പറയാൻ പറ്റില്ല, ബേസിക്കലി ബ്ലെയിം ഗെയിം ചെയ്യാം. ഇവര് മനഃപൂർവ്വം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അനീഷിന് എന്ത് പറയാം, ഞാൻ ശത്രുക്കളെടുത്ത് അവരിനെ പറ്റിച്ചു എന്ന് പറയാം. അവര് നന്നായിട്ട് കളിച്ചാൽ അനീഷിന് അത് കയ്യടി കിട്ടും ചെയ്യും. ശത്രുവായിട്ടും അവരെടുത്തിട്ട് അപ്രീഷിയേറ്റ് ചെയ്തല്ലോ. അത് ബേസിക്കലി അനീഷിന്റെ ഗെയിമാണ്. അത് അനീഷ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ശരത്താണെങ്കിലും നന്നായിട്ട് കളിച്ചു. ശരത്തും അനുമോളും അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് ഡൗട്ട് അടിക്കും ഇത് മനഃപൂർവ്വമാണോ, പക്ഷെ ആവാതിരിക്കുമേ അറിയില്ല. പക്ഷെ അനീഷ് അത് വിശ്വസിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി നല്ല സപ്പോർട്ട് അങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഗിസൈൽ മക്കളെ മിസൈലിന്റെ അവസ്ഥ എന്താ? ഗിസൈൽ എന്തോ സാധനം ആയിക്കോട്ടെ. ഇവർക്ക് ഒരു തരത്തിലും ബിഗ് ബോസിനോട് ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു എനിക്ക് മനസ്സിലാവണില്ല ഇത് എന്താ ഇങ്ങനെ പോണെന്നുള്ളത്. പക്ഷെ അവര് പറഞ്ഞ ഒരു കാര്യം എനിക്കിതിൽ ഓക്കെ ആയിട്ട് തോന്നി. ബിഗ് ബോസ് ജിസൈലിന് കൊടുത്ത ഡ്രസ്സ് കുറച്ച് ഒരു സോഫ്റ്റ് ക്ലോത്ത് ആണ് തോന്നുന്നു ഇല്ലേ? ബിഗ് ബോസിനും ആവശ്യം അവർ അങ്ങനത്തെ ഡ്രസ്സ് അതിൻ്റെ ഉള്ളിട്ട് നടന്ന് കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. സീരിയസ്ലി പറയാം, ബാക്കിയുള്ള ചാക്ക് പോലത്തെ ഡ്രസ്സും ഗിസൈലിന് കറക്റ്റ് അല്ലേ ബോഡി ഷേപ്പിന് അവര് ധരിക്കുന്ന ഡ്രസ്സിന് അതേ ഷേപ്പിലുള്ള ഡ്രസ്സ് കൊടുത്തത് എനിക്ക് അങ്ങനെ കണ്ടപ്പോ തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രസ്സ് തന്നെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അത് കീറിപ്പോയപ്പോ ഇവര് എങ്ങാണ്ട് ഉള്ളിലിടുന്ന ബോഡി ആർമർ പോലത്തെ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഷിമ്മീസോ അല്ലേ എന്തോ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, അവരത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടി അവർക്ക് കൊടുത്ത അനുമോള് പറയുന്നത് പെറ്റിക്കോട്ടല്ല ഇന്നർ അല്ല. അനുമോൾക്ക് ഇതിലും പല ടോൺ ഉണ്ട്. മിസൈലിന്റെ കേസിലാണെങ്കിലും അനുമോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള വീട്ടിലുള്ള ആണുങ്ങളും പുറത്തുള്ളവരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ ഗിസൈലിന്റെ ഡ്രസ്സിങ് കാണാൻ വേണ്ടിട്ട് ഇവരും ഉണ്ടായിരിക്കുകയാണെങ്കിൽ പ്രോഗുല അതിന്റെ അച്ഛൻ കണ്ടാലോ എന്നുള്ള ഡയലോഗ് അച്ഛൻ ഷോ അല്ലേ മറ്റേതല്ലേ വർഷമല്ലേ
ഇത്രയ്ക്കൊന്നും കൊല ഉണ്ടായിരുന്നില്ല. അനുമോൾ അച്ഛൻ കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ള അച്ഛന്മാര് കാണാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പറഞ്ഞിട്ട് നടത്താം എല്ലാരും കൂടി. അല്ലേ ഫുൾ കൊല, കൊല അനുക്കുല അതാണ് പേരുള്ളത്. അല്ലാതെ അത് ഇത്രയ്ക്കൊന്നും പറയേണ്ട കാര്യമില്ല. അനുമോളിന് കൊറേ ഇങ്ങോട്ട് കൂട്ടി പറഞ്ഞത് എന്താ എന്നിട്ട് അപ്പുറത്തുണ്ട് ഇത് ഇവള് ഇന്നറാണോ, അതിന് ഇവള് പുറത്തുണ്ട് ഡ്രസ്സാണോ, ആർക്കാ നമുക്കറിയാം, അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ഫുള്ള് അനുമോൾ അങ്ങനെ അടിച്ചു. അനുമോളാണ് ആദ്യം ചൊറിഞ്ഞ്. ഗിസയിൽ നീച്ച് നിന്നിട്ട് ഡ്രസ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അനുമോൾ അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ അവര് ബോഡി ഷെയിം ചെയ്തതിന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിന് എൻഡോസ് ചെയ്യില്ല. അത് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് പറയാം, വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങളുടെ ബോഡി പോലെ അല്ല എൻ്റെ ബോഡി കുറച്ചും കൂടി ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ബോഡിയാണ്. സോ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ കിട്ടുമ്പോൾ ഇപ്പൊ അക്ബറിന്റെ കീറി എന്ന് പറയുന്നത് അതുപോലെ കീറിപ്പോയി. ഇത് മാന്യമായിട്ട് ഗിസൈലിന് പറയാം. പക്ഷെ ഗിസൈൽ നീ ഇത്രയല്ലേ ഉള്ളൂ, അത് ബോഡി ഷേം ചെയ്തു. അതിന്റെ ടൈമിൽ തന്നെ അനുമോൾ അത് വളരെ നന്നായിട്ട് യൂസും ചെയ്തു കേട്ടോ. അനുമോള് കരഞ്ഞ് ഹേർട്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ബോഡി ഷേമിങ് കിട്ടി വളർന്ന ഒരാൾക്ക് അതിന്റെ ട്രോമാസ് മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് കുറെ ഓഫറും പോയത് ഹൈറ്റ് ഇല്ല എന്നുള്ള അതൊക്കെ ഉണ്ടാവും, ഇല്ലാന്ന് പറയില്ല. പക്ഷെ അത് കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെ അതിന്റെ പിന്നിൽ വാല് പിടിച്ച് പോയപ്പോ എന്തോ ഒരു അരോചകമായിട്ട് തോന്നി. ബട്ട് ജെന്യുവൻ ആയിട്ട് അവർക്ക് ആ ഒരു ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഐ റെസ്പെക്ട്. കാരണം അവർക്ക് അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗിസൈൽ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല. അത് ലാലേട്ടൻ വരുമ്പോ ഗിസൈലിനോടും ചോദിക്കണം. ഈ ജിസൈലിനോട് അത് ചോദിക്കുമ്പോ മിസൈലിനോട് അത് ചോദിക്കുമ്പോ തന്നെ കൂട്ടത്തില് അനുമോള് ബാക്കിയുള്ളവരെ അപ്പൊ നിവിനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ പറയുന്ന ആ കമന്റ് ആ സാധനം എടുത്തു ചോദിക്കണം. അതും എടുത്തു ചോദിക്കേണ്ട കാര്യമാണ്. കാരണം അക്ബറിൽ തുടങ്ങി ഇപ്പൊ ഇവിടെ എത്തി, ഇനി നാളെ നിവിനെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ അതങ്ങനെ ഒരു സൈഡിൽ കൂടി പോയി. പിന്നെ ടാസ്കും പരിപാടികളൊക്കെ തുടങ്ങി. അറ്റാക്കിന്റെ കാര്യമൊന്നും അല്ല. സംഗതി എന്താ അറിയോ, എനിക്ക് തോന്നുന്നത് അവർക്ക് കോൺഫിഡൻസ് ഇല്ല. അവർക്ക് ഈ മേക്കപ്പ് പരിപാടികളും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കോൺഫിഡൻസ് ഉള്ളു. അതുകൊണ്ട് പിന്നെ അവര് ആ സാധനം ബേസിക്കലി അത് മാക്സിമം ഏതൊക്കെ രീതിയിൽ അടിച്ചു മാറ്റാൻ പറ്റും നോക്കാൻ. അവിടെ ഓൾറെഡി ഒരു കള്ളനുണ്ട്, ഷേക്കിലൊരു കള്ളനുണ്ട്. കള്ളന്ന് വെച്ചാൽ തക്കാളി ചാറും പിഴിഞ്ഞ് നൂറയ്ക്കും കൊടുത്ത് അവിടെ ഇരുന്ന് തക്കാളി ദൈവമേ ചെയ്ത് അവിടെ ഇരുന്ന് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് അരോചകം ആവേണ്ടി നിവിൻ്റെത് അല്ലേ, കുറച്ചൊരു ഓവർ ദ ടോപ്പ് കുറച്ച് മോശമാണ്. പക്ഷെ അതൊരു റെലവൻസ് ഇല്ലാത്തൊരു കോണ്ടന്റ് ആയിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഗിയർ ചേഞ്ച് ആവും, നിവിൻ ഒന്ന് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കളി തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇവളുടെ ടീം റന ഫാത്തിമയുടെ ടീം കൂടുതലായിട്ട് എന്ത് കളക്ട് ചെയ്തു, കോയിൻ കളക്ട് ചെയ്തു. ആര്യനും ഗീസയിലും കളക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് സരിക കലാഭവൻ സരികയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെയായിരുന്നു സരികയുടെ ടീം ഞാൻ മറന്നുപോയി. ബിൻസിയാണോ നിവിനും അഭിലാഷും. അത് കഴിഞ്ഞിട്ട് രേണുവിന് വേണ്ടിയിട്ട് ബിൻസിയും ശൈത്യം. അങ്ങനെ അവര് ഫസ്റ്റ് സെക്കൻഡ് തേർഡായി. പിന്നുള്ളവരങ്ങനെ ഓർഡറിൽ ഷാരിക, അത് കഴിഞ്ഞിട്ട് ഷാരിക കിട്ടിയ സരികയാണ് സെക്കൻഡ്, ഷാരിക ഫോർത്ത്, ഒനീൽ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അനീഷിന് ഒരു പോയിന്റ് ഉള്ളു. പക്ഷെ അനീഷ് ഓക്കെ നന്നായിട്ട് കളിച്ചു. അതായത് അപ്പാനിയും അത് ഒരു ഇതിക്ക് കൊണ്ടുപോയില്ല, എന്ത് ഒരു ഫൈറ്റിക്ക് പ്രശ്നേക്ക് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ ഒടുക്കത്ത മോട്ടിവേഷൻ ഷാരികേനെ കൊണ്ട് ഷാരിക എടുത്തിട്ട് മറ്റേ നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. സംഭവത്തിന്റെ അക്ബറിന് ഇങ്ങനെ കൊടുക്കരുത്, അതായത് സാധനം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നീ പ്രതികരിക്കണം, കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ നിക്കണം, അങ്ങനെ പോരാടണം, ഇങ്ങനെ പോരാടണം എന്ന് പറഞ്ഞിട്ട് കുറെ ഡയലോഗ്. ബേസിക്കലി ഷാരികേന്റെ ഒരു ഗെയിമും ആവും അല്ലേ, തിരിച്ച് കയറ്റി വിടുന്ന സാധനം. മറ്റേ പിന്നെ ലൈവിലൊന്നും രേണുവിന്റെ കാര്യത്തിലുണ്ടായിരുന്നു മോനെ കുട്ടി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എവിടേക്കോ അവര് ഇപ്പൊ കുറച്ചുകൂടി ജെനുവിനാണോ തോന്നുന്നുണ്ട്, പോയി വന്നിട്ട് കഴിയുന്നില്ലേ, പോയൊരവസ്ഥ ഉണ്ട് കേട്ടോ. ഞാൻ പറയാണ്, പലവട്ടം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ള കാര്യം പോലെ പറയണം. ഇന്ന് ശരിക്കും അറിയുന്ന കണ്ടപ്പോ എനിക്കും തോന്നി പാവതെന്തോ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലാണ് ഇരിക്കണേ.
കാരണം ആകെ കിളി പോയൊരവസ്ഥ. അല്ല ഇപ്പൊ കൊറേ കമന്റ്സ് ഉണ്ട്, നമ്മളിപ്പോ വീട്ടിലുള്ള സമയത്ത് ഷൂട്ടിന് പോയി കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിലെ മക്കളൊന്നും കാണാം, പക്ഷെ അപ്പോഴും ഫോൺ സാധനം ഉണ്ട്, കോൾ ചെയ്യാം, സംസാരിക്കാം, അങ്ങനത്തെ കുറെ ചാൻസ് ഉണ്ട്. അവരെന്താ പറയാ, അവര് കുറച്ചൊന്ന് പോയിട്ടുണ്ട്. അല്ല നമ്മളിപ്പോ പറയണപ്പോ ഞാനിപ്പോ പറയാറുണ്ട്, നമ്മൾ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ എന്തിനാ അത് ആലോചിക്കുന്നത്, ഇത് ആലോചിക്കുന്നത്, നല്ല സൂപ്പർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിലപ്പോ എന്തായാലും അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഇതായി കുറച്ച് ലോസ്റ്റ് ആയിട്ടുണ്ട്, അതിനകത്തുനിന്ന് കുറച്ചൊരു ഇതുണ്ടാവും. അപ്പൊ ആ ഒരു എന്നാലും ഇടയിൽ കൂടെ ഗെയിമും കളിക്കുന്നുണ്ട്. അല്ല ഗെയിം കളിച്ചോടാ, നമ്മള് ഗെയിം കളിക്കണം. പക്ഷെ അവര് കുറച്ച് ലോസ്റ്റ് ആണ്. രേണുവിനെ പറഞ്ഞല്ലോ, ഇപ്പത്തെ ഒരു ബോഡി ലാംഗ്വേജ് അവരുടെ അവസ്ഥയും കാണുമ്പോൾ കുറച്ച് ലോസ്റ്റ് ആയ പോലെ തോന്നി. അതിനിടയിലാണ് കഥ പറയാനുള്ള പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കഥ പറയുന്ന പാറ്റേൺ. ഇപ്രാവശ്യം അങ്ങോട്ട് കഴിഞ്ഞിട്ടൊക്കെ ബാക്കിയുള്ളവരുടെ കഥയും നമ്മളെ കഥയും കേൾക്കുമ്പോൾ നമ്മൾ ഉറങ്ങും, ബാക്കിയുള്ളവർ ഉറങ്ങും, ആകെ മൊത്തം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്രാവശ്യം ഒരു ടോപ്പിക്കില് അച്ഛൻ, പ്രൊഫഷൻ, അങ്ങനെ സംസാരിക്കുന്ന സാധനം അമ്മ കൊണ്ടുവന്നിട്ട് ശാരിക ശരിക്കും കഥ പറയാൻ വേണ്ടി പ്രിപ്പയർ ആയതാ. ശാരിക ശരിക്കും കഥയിലൂടെ കുറെ പറയണം എന്ന് പറഞ്ഞിട്ട് കുറെ അനുഭവിച്ച ഒരാൾക്ക് അങ്ങനെ കഥ പറയാനുള്ളത്. കാരണം എനിക്ക് മനസ്സിലായി, കാരണം അത്രയും പ്രൊഫഷൻ ഇഷ്ടപ്പെടാതെ എന്റെ അച്ഛന്റെ പാപ്പനാരോ കഥയിലൊന്നും ആരോടൊന്നും പറയല്ലോ. എല്ലാവരുടെ കഥയും അവരുടെ പേഴ്സണൽ ലൈഫ് ജെനുവിൻ സാധനങ്ങളാണ്. അത് നമ്മൾ അനിയമിതിന്റെ തട്ടുതാന്ന് അത് മാത്രമാണ് ഒന്നര കഥയായി. എനിക്ക് ഏത് സീസണിലും ബിഗ് ബോസിന്റെ കഥ വന്നാലും സന കഴിഞ്ഞ സനയാണ് മോനെ കഥ. ഒറ്റ വെടിലാലട്ടാ തലയ്ക്ക് കൊണ്ടു. ഏത് സീസണില് വിന്നറെ പറഞ്ഞാലും സന മറക്കില്ല നാട്ടുകാർ. പൂക്കെട്ട് കാവടി ഒന്നൊന്നര റൈറ്റ് ചെയ്യുന്നു. ഭീകര സാധനം എന്ന് പറഞ്ഞാ ബിഗ് ബോസ് മലയാളം നില നിൽക്കുന്നിടത്തോളം കാലം സാധനം നീനാണ് വാഴും. സാധനം അപ്പോ ഓക്കെ ഇതിക്ക് വരാം. സാധനം ആലോചിക്കുക ശരിയാണ്. അപ്പോ കഥ ശാരികന്റെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെ രേണുസുതി വന്നു. രേണുസുതി കഥ എനിക്ക് തോന്നുന്നു കഥ പറയുമ്പോ തന്നെ അത് പ്രസന്റ് ചെയ്യാനുള്ള രീതിയൊക്കെ എന്താണെങ്കിലും പുറത്തുനിന്ന് പഠിച്ച് വന്നൊരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം അവിടെ എനിക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്തില്ല. മാക്സിമം അത് പഠിച്ചിട്ടുണ്ട്. കാരണം ഇതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ബിഗ് ബോസിനകത്ത് നമ്മൾ കയറുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനമാണ്. എന്തായാലും നമ്മൾ ചെയ്യണം എന്നുള്ള ടാസ്ക്കാണ് കഥ പറയുക. അതിപ്പോ ഇത് പാറ്റേൺ മാറിയാലും കഥയാണല്ലോ. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റോറി പ്രസന്റ്, ഞാൻ പറയുന്നത് കഥ സ്റ്റോറി അവര് നുണ പറഞ്ഞു എന്നല്ല കേട്ടോ, അവരുടെ പ്രസന്റ് ചെയ്യുന്ന രീതി അവര് പഠിച്ചു വന്ന് വോമിറ്റ് ചെയ്ത പോലെ. പക്ഷെ ഇങ്ങനത്തെ ഒരു വിഷയം ആയതുകൊണ്ട് ഓരോ സാധനം ടോപ്പിക് എടുത്ത് പറയുന്നുണ്ട്, അവിടെ ഇവിടേക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലോ കിട്ടിയില്ല. ഒരു സാധനം ഇവിടെ ക്വാളിറ്റിയാണ് പറഞ്ഞതുണ്ടെങ്കിൽ പൊന്നു മോളെ രേണുവിന്റെ കഥയല്ലേ പുറത്ത് നാളെ കണ്ടന്റ് വെച്ച അലക്കി പഞ്ചറാക്കാൻ റെഡിയല്ലേ. എനിക്കറിയാലോ ഇത് ഇതിനായിട്ട് റെഡിയാണ്. എന്തിന് രേണുവിന്റെ കഥ വരട്ടെ, വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ റെഡിയാക്കി വരട്ടെ. ഇപ്പൊ തന്നെ മുടീന്റെ വിഷയൊക്കെ കത്തുണ്ട്. മുടി വെച്ചു. രേണുവിന്റെ കഥ പറയുമ്പോ കൊറേ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അച്ഛന്റെ ഒരു സാധനം പറയും, പിന്നെ പെട്ടെന്ന് വേറെ സാധനം പറയും, പിന്നെ വേറെ സാധനം പറയും. ഒരു ഫ്ലോ ഇല്ലായിരുന്നു. എന്തായാലും കണ്ടന്റ് ആവും ഡാഡി ഗിരിജ, അത് ഉറപ്പാണ്. തങ്കച്ചേട്ടൻ മിക്കവാറും നാളെ കണ്ടന്റ്. അതിനിടയിൽ വേറെ കാര്യമുണ്ട്. ശാരികന്റെ കഥ പറഞ്ഞപ്പോ ആരും അങ്ങനെ ശാരികനെ കണ്ട ആരും ഒന്നും ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. രേണുവിന്റെ പറഞ്ഞപ്പോ ഉള്ള ആൾക്കാരെ, ഓപ്പോസിറ്റുള്ള ആൾക്കാരെ, എസ്പെഷ്യലി ബിൻസി, ഒനീല്, ആദില, ഇവരൊക്കെ എന്താ പറയുക, അപ്പാനൊക്കെ ചിരിച്ചിരിക്കവരൊക്കെ മനസ്സിലായി. അതായത് സോഷ്യൽ മീഡിയയില് അവരുടെ റിയാലിറ്റി മൊത്തം എക്സ്പോസ്ഡ് ആണ്. അങ്ങനത്തെ സാഹചര്യത്തില് ഇവര് കഥ പറയുമ്പോഴും അല്ലെങ്കിൽ ആ പ്രസന്റ് ചെയ്ത രീതി കൊണ്ടായിരിക്കണം എല്ലാരും എന്താ പറയുക ഒരു കോമഡി പീസ് പോലെയാണ് അവിടെ കഥ അവര് ശ്രദ്ധിച്ചോണ്ടിരുന്നത്. എന്താണ് ഈ സുധിച്ചേട്ടൻ എലമെന്റ് കയറി വരാത്തോണ്ട് വന്നു അതിനിടയിൽ വന്നില്ലേ. പക്ഷെ അതിപ്പോ ഭർത്താവ് എന്നുള്ള ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ പോയി ഫുള്ള് അതായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല. അപ്പൊ അങ്ങനെ അത് വന്നു. പിന്നെ ഒനീലിന്റെ കഥ നല്ലൊരു സ്റ്റോറി, നല്ല കഥയാണ്. ഒനീലിന് നല്ലൊരു കഥയായിരുന്നത്. ഇമോഷൻ ഇൻ ദ സെൻസ് എല്ലാവർക്കും ഉള്ള ഒരു അമ്മ വിട്ടു നിൽക്കുന്ന ഒരു സാധനം നമുക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ പാരന്റ്സിനെയും ഒപ്പമുള്ള ആൾക്കാരെയും, എനിക്ക് ഡോഗ്സ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ നമുക്കത് ഹിറ്റ് ചെയ്യും. അങ്ങനെ സാധനങ്ങളൊക്കെ അത് ഒനീൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ആ കഥയുടെ സെഷനും കഴിഞ്ഞ് വീണ്ടും രാത്രി ഗിസേൽ എവിടെയോ ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞു. ഈ ഫേസ് വാഷ് ആര് കൊടുത്തത് എന്തോ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ഗ്രൂപ്പുകൾ വരാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഫീൽ വരുന്നുണ്ട്. ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് ഈ ഗ്രൂപ്പുകൾ ഇപ്പൊ ശൈത്യ, അനുമോള്, ഒരു പരിധി വരെ ബിൻസി, ജിസേൽ, ആര്യൻ, റന,
അങ്ങനെ ഒരു ബെൽറ്റ് അവിടെ ഉണ്ട്. ബിന്നി പിന്നെ എൻ വഴി തനി വഴി അങ്ങനെ പോകുന്നുണ്ട് എല്ലാ കൂട്ടത്തിലും. ഒലിയില് ഷാനവാസ്, പിന്നെ ആ കൂട്ടത്തിക്ക് അനീഷിനൊരു ചായ ഉണ്ടോന്നൊരു കണ്ടു. ഈ അനീഷിന് വേറെ കാര്യം ചോദിച്ചു. അനീഷ് ഇന്ന് മറ്റേ അനുമോള് കരഞ്ഞ, അനുമോള് ശത്രുവാണ്, അനുമോള് കരഞ്ഞപ്പോ ബാത്റൂമിലേക്ക് ഓടിപ്പോയിട്ട് ആശ്വസിപ്പിക്കുന്ന പരിപാടിയൊക്കെ. അതാ പറഞ്ഞത്, ഇവന്റെ ഷെയ്ഡ് മാറുന്നുണ്ട്. ആദ്യത്തെ രണ്ട് മൂന്ന് ആഴ്ച വെറുപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കെയറേട്ടന, ഞാൻ പറഞ്ഞല്ല, എനിക്ക് അനീഷ് പോകുന്നുണ്ട്, ഒരു കെയറേട്ടൻ സ്കീമിക്ക് അനീഷ് പോകും. അതോടുകൂടി മാസീവ് പോസിറ്റീവ് ആയിരിക്കും വരും, അനീഷിന് വരും. പക്ഷെ അനീഷിന് പറ്റാൻ പോണൊരു പണി എന്താ അറിയോ, ടാസ്ക് തോറ്റ് വണ്ടാറടങ്ങിയിട്ട് ഇവിടുന്ന് മറ്റേ സീക്രട്ട് റൂം പോണ പോലെ ഇന്ന് സസ്പെൻഷൻ കിട്ടി പോയാൽ കേൾക്കാൻ സാഹചര്യം വന്നാൽ അനീഷ് പെടും. കാരണം അത്രയും സ്ക്രീൻ സ്പേസ് പോകും. അവിടെ ക്യാമറ ഇല്ല, ഒരു പുല്ലുമില്ല. അത് മാത്രല്ല, ആ സാധനങ്ങൾ പുറത്തുനിന്ന് ഇവനെ കുറിച്ച് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പിന്നെ ലഭിച്ചു കൊടുക്കില്ല തോന്നുന്നു, അറിയില്ല, പറയാൻ പാടില്ല. കാരണം ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പണിയാണ്. 1-2 ആഴ്ച ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പണി പാടും. നമുക്കും അവർ കാണാൻ പറ്റില്ല അവരെന്താ ചെയ്യണെന്നുള്ളത്, അവർക്കും കാണാൻ പറ്റില്ല. ആകെ മൊത്തം അങ്ങനെ ശൂന്യമായ ഒരു അവസ്ഥ വരുമ്പോൾ അയാൾക്കതൊരു ഭയങ്കര ബ്രേക്ക്. ബുദ്ധിയുള്ള ആളാണെങ്കിൽ അത് തിരിച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റില്ല, 2 ആഴ്ച എന്നൊക്കെ പറയുമ്പോഴേ വേറെ 2 ആഴ്ച പോയി മാറിക്കോ മേ ബി തോന്നുന്നില്ല. 1-2 ആഴ്ച എങ്ങനെയും മാറും. ഓണത്തിനെ പിന്നെ വരുന്നുണ്ടാവുള്ളൂ. 2 ആഴ്ച ഒരു ഇരുട്ട് റൂമിൽ ഇരിക്കേ, ഇരുട്ട് റൂമല്ല, ഒരു റൂം, ഇരുട്ടാണോ റൂമാണോ അങ്ങനെ റൂം നമ്മളെ കാണിക്കണില്ലല്ലോ. ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയിട്ടാലും മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ പോണതിന് പിന്നെ അങ്ങനെയാണ്, മൊബൈൽ ഓടിച്ചു വെച്ചിട്ട് അവിടെ ഇരുത്തും മണിക്കൂറുകളോളം. നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പോണ വണ്ടി, ഞാൻ വണ്ടി കെണ്ണി കളിക്കുന്നു. 2 ഓട്ടോറിക്ഷ, പഴയ കളി ഉണ്ടല്ലോ, 2 ഓട്ടോറിക്ഷ പോയി, 42 കാറ് പോയി, ഇത് എണ്ണി കളിക്കുന്നു. അല്ല വേറെ വഴിയൊന്നും, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. TV അവര് കട്ട് ചെയ്യും, മൊബൈൽ അവര് തരില്ല. ഒരു ഫ്ലാറ്റിനകത്ത് ഇങ്ങനെ എന്താ വിട്ടിരിക്കുക. ഭക്ഷണം ആവുന്ന സമയത്ത് ഡോറിന് മുകളിൽ ഒരാൾ ബെല്ലടിച്ചിട്ട് ജയിലിലെ കുന്തി തന്നിട്ട് പോകും. നമ്മളൊന്ന് അണ്ണാ ഒന്ന് പുറത്തിറങ്ങട്ടെ, ഇല്ല അണ്ണാ അവിടെ ഫുൾ ഇറങ്ങാനും സമ്മതിക്കില്ല. ഇത് അതിൻ്റെ ഉള്ളൊരു നരകയായിരുന്നു. അതായത് ബിഗ് ബോസിൽ കേറിയിട്ടുമില്ല, എന്നാ വീട് വിട്ട് പോലും ചെയ്തു, ഇത് കേറാനും പറ്റുന്നില്ല. അവസ്ഥ കഴിഞ്ഞ ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ. ഒപ്പം ഒരാളും ഉണ്ടായിരുന്നു, കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മൊബൈലും ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക ഫ്ലാറ്റിനകത്ത്. അതിലും വലിയ ടോർച്ചർ. കാരണം ബിഗ് ബോസ് കളിക്കുകയാണെങ്കിൽ കളിക്കാന്ന് പറയാം. ഇത് രണ്ടിന്റെയും കെട്ട അവസ്ഥയെ പോയിട്ടല്ലേ ഈ നിൽക്കുന്നത്. അങ്ങനെ കൊണ്ടിട്ടാലും മതി, പെട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ എപ്പിസോഡിലെ BB+ നമ്മൾ കണ്ടിട്ടില്ല. BB+ കുറച്ച് കഴിഞ്ഞ് അപ്ലോഡ് ആവും തോന്നുന്നു. അപ്പത്തേക്ക് ഇനി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. അതെ, ഇപ്പൊ തന്നെ 12:30 കഴിഞ്ഞു. എന്നാലും അനുമോളുടെ കൂടുതൽ എല്ലാരും എക്സ്പെക്ട് ചെയ്ത് കുറെ പോസിറ്റീവ് ആണ്. പക്ഷെ എനിക്ക് ഫുള്ള് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തോന്നിയില്ല. കാരണം വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും അനുമോൾ ആ ഒരു ഹൈറ്റിന്റെ കാര്യത്തിൽ കരഞ്ഞോട് പറയാൻ പറ്റില്ല. സ്നേഹം നമ്മൾ സീരിയൽ ഓഡിയൻസ് അല്ല, മനസ്സിലായോ? സീരിയൽ ഓഡിയൻസിന്റെ ഇടയിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പ്രോ കുല കൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓബിയസ്ലി അനുമോളെ പൊക്കി പിടിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എവിടെയോ ഞാൻ ഈ സീസണിൽ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം കാണുന്നത് ജെൻസി ക്രൗഡിന്റെ തള്ളിക്കയറ്റാണ്. ജെൻസി ക്രൗഡിന്റെ തള്ളിക്കയറ്റം ഇല്ല. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നത് കുറെ കണ്ടസ്റ്റൻസിന് അത് ഭയങ്കരമായിട്ട് പറ്റിയിരുന്നു. അർജുൻ, ഗബ്രി, ജാസ്മിൻ, ഇവർക്കൊക്കെ ജെൻസി ക്രൗഡിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു തരം വൈബ് ഉണ്ടായിരുന്നു. അത് പ്രാവശ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സീരിയൽ ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്, അങ്ങനെ സംഗതി ഉണ്ട്. സോ ഗൈസ് ലെറ്റ്സ് സീ അല്ലേ എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് കാണാം. നാളെയല്ലേ ബുധൻ, നാളത്തെ അറിയാം, നാളെ മറ്റന്നാൾ അറിയാം. വ്യാഴം മറ്റന്നാൾ അടിയാ. റന ഫാത്തിമയും ഷാനവാസ് നല്ല അടിയാ. റനയാണ് അടിക്കുന്നത്, കാഞ്ഞ അടിയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പ്രമോ ഉണ്ട്. അപ്പോൾ ഗൈസ് ബൈ. ഓക്കെ.